അതായത് നമ്മൾ ഈ കൊറോണ കാലത്ത് ഒരു 2 വർഷം മുമ്പേ നമ്മൾ വിദേശത്ത് അവൻ്റെ മൂത്തവൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ആയിട്ട് 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഒരു തായ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കണ്ടു. എന്നിട്ട് ഒരു ദിവസം ബോട്ട് യാത്ര നടത്തുമ്പോൾ അവിടെ ഒരു തുരങ്കം കണ്ടു. അത് കണ്ടപ്പം അതിൽ നമുക്ക് ഇത്ര സൗകര്യം ഉണ്ടല്ലോ, അന്നേരം നമുക്ക് മനസ്സിലൊരു ആഗ്രഹം വന്നു. എന്നിട്ട് അങ്ങനെ കൊറോണ കാലത്തായി പരിപാടി തുടങ്ങി. അങ്ങനെ തുടങ്ങി ഇപ്പോൾ 5 വർഷം തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ ഒരു കൊല്ലത്തെ പണി കൂടെയാണ് ഉദ്ദേശിച്ചത്. അത് ഇവിടെ ഇട്ടോ, ഇവിടുന്ന് അങ്ങോട്ടേ വെട്ടമുള്ളൂ. നമുക്ക് പിന്നെ അത്ര വട്ടം മതി. ഇവിടത്തേക്ക് അവർ ഷൂട്ടിങ്ങുകാർ വന്നിട്ടെല്ലാം കാണും. ഇവിടെ എല്ലാം ഇപ്പോൾ 120 വരെ ആയി, 20 മീറ്ററിൻ്റെ വരെ ആയി. 3 ഗേറ്റ് ഉണ്ട് പുറത്തേക്ക്. ഇതിനകത്ത് ഒരു കൊട്ടം മണ്ണ് വരെ ആരും എടുപ്പിച്ചിട്ടില്ല, ഞാൻ സ്വന്തമായല്ലോ. ആദ്യമൊക്കെ 15 മണിക്കൂർ എടുക്കുമല്ലേ. പിന്നെ ആൻറ്റിയോപ്ലാസ്റ്റ് ബ്ലോക്ക് വന്ന് ആൻറ്റിയോപ്ലാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ 10-15 മണിക്കൂറൊക്കെ ഇപ്പോഴും ഗുളിക 6 ഗുളിക കഴിച്ചിട്ടാണ്. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കണം. കാരണം നിർത്താൻ പറ്റിയതാണ്. ആദ്യം ഏർപ്പാടി രോഗമുള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോൾ 73 വയസ്സായി നമുക്ക്. 54 നാട്ടുകാർ നല്ല സൗഹാർദ്ദം. ഇപ്പം ആദ്യമൊന്നും പൈസ മേടിക്കും. ഇപ്പം ചിലരൊക്കെ വികാസ് കാശൻ്റെ പൈസയൊക്കെ ഇടയ്ക്ക് തരലുണ്ട്. ഒരു 2.25 ലക്ഷം മുടക്കിയിട്ടൊരു 10-20,000 കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ ചെറിയ മൊമെൻറ്റും ചെറിയ സംഭാവനയൊക്കെ തരുന്നുണ്ട്. അല്ല, ഇത് 5 കൊല്ലമായിട്ട് വേറെ ഒരു പരിപാടി ഇല്ലല്ലോ. ഇത് അങ്ങോട്ട് മുടക്കുന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടിയല്ല. ആഴ്ച 1500 രൂപ കിട്ടാറ്. ജോലി ഇപ്പോൾ അത്യാവശ്യം റബ്ബറോട്ടും പറമ്പ് കാണിക്കും. അതിൻ്റെ ഇടയ്ക്ക് രാത്രിയിലൊക്കെ റബ്ബറോട്ടൊക്കെ രാത്രിയിലാണ്. 3 മണിയാകുമ്പോഴൊക്കെ ആയിട്ട് കിട്ടും. ഉറക്കം കുറവാണ് പിന്നെ. അതെന്ന് പറഞ്ഞാൽ യൂറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇത് പണ്ട് ഇങ്ങനത്തെ ഇതിൻ്റെ മേലെയൊക്കെ പണയാങ്ങും. അത് കൊത്തിയിട്ട് നമ്മൾ പഴയ കരയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇത് തുറന്നാക്കല്ല ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമുണ്ട്. 1.5 മാസം ഉറവെ ഒഴുകിയിട്ട് ഒരു ശകലം ഒരു തരി പണ്ട് വരെ നടന്നിട്ടില്ല. കംപ്ലീറ്റ് പണി ഒറ്റയ്ക്ക്. ഇതുകൊണ്ട് നിരത്തൽ വരെ ഒറ്റയ്ക്കാണ്. ഇത് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയതുകൊണ്ട് ശ്വാസം മുട്ടിയാണ്. പിന്നെ വെട്ടമില്ലാണ്ട് കയറിയാൽ ഇറങ്ങിപ്പോകാൻ ഇച്ചിരി പണിയാണ്. പിന്നെ തൂക്കി കൊടുക്കാമെന്നൊക്കെ എല്ലാവരും പറയുന്നു. ഈ മഴയത്തും അല്ല ഇടിയും മഴയത്തെല്ലാം നമ്മൾ പണിയെടുക്കില്ല. ഇതേവരെ നല്ല 3-4 ദിവസമൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്താലും പണി നിർത്തിയിട്ടില്ല. ഈ പണിയെടുക്കുന്നിടത്ത് ഇതേവരെ വെള്ളത്തിൻ്റെ പ്രശ്നം. അവിടെ ആ കയറുന്നിടത്ത് മാത്രം തുടക്കത്തിൽ 2-3 ദിവസം മഴ വന്നാൽ അവിടെ ഒരു 1.5 അടി വെള്ളം കിട്ടുക. അത് ഒരു ദിവസം മഴയില്ലെങ്കിൽ അത് വരെ പറ്റും. മൂന്ന് മീറ്ററൊക്കെ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കെട്ടിയതാണ് ഈ തോടൊക്കെ. പിന്നെ ഇവിടുന്ന് അങ്ങേയറ്റം വരെ ആകണ്ടില്ലേ, ഇതുപോലെ അങ്ങേയറ്റം വരെ ഇങ്ങനെ റൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ തോട് കെട്ടിയേക്കുന്നുണ്ട് 3 മീറ്റർ ഹൈറ്റിൽ. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കെട്ടിയതല്ല. ഇതിൻ്റെ പണി 95% വീടാണേലും തറ മുതൽ വിറ്റി വരെ തേപ്പും വാർപ്പും അല്ലാതെ ബാക്കി എല്ലാ പണിയാണ് ഒറ്റയ്ക്കായി. തുറക്കം ഇത്ര എടുക്കാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണി അതെല്ലാം ചോദിച്ചു. ഫാമിലിയൊക്കെ ആദ്യം എളുപ്പമായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ പിന്നെ സപ്പോർട്ട് എല്ലാവരും പണിയെടുക്കുന്നവർക്കറിയാം, അതുകൊണ്ട് കേൾക്കുന്നില്ല. പിന്നെ ഇപ്പോൾ 5 വർഷമായിട്ട് അവരെ അല്ലെ വികാസ് കാശാക്ക് പൈസ തരും. പിന്നെ രോഗത്തിനും 10-2000 രൂപ മാസം വേണം. രണ്ടാൾക്കും മരുന്ന് കഴിക്കണം. മൂത്തയാൾ ബാങ്കിങ് മേഖല.
ഇളയവൻ ഇപ്പോൾ 2 കൊല്ലമായുള്ളൂ അയർലൻഡിൽ പോയിട്ട്. നമ്മൾ തീർന്ന പണി സാധനങ്ങളൊക്കെ കറങ്ങി വന്നല്ലേ? കറങ്ങി വന്ന വഴി കൂടെ തന്നെ. എങ്ങോട്ടാണ്? അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക്? അതിലേക്ക് അല്ല, ഇങ്ങോട്ട് ചേട്ടൻ കൊണ്ടോ? ഞാൻ അത് മറ്റേ രണ്ടാമത്തെ ഗേറ്റിലേക്കാവും. ഈ കല്ലിന്റെ ഇങ്ങനെ മിനുക്കിയെടുക്കുന്ന എങ്ങനെയത്? അത് പിക്കാസ് കൊണ്ട് തന്നെ ചെത്തി മിനുക്കുന്നതാണ്. ആണോ? ഇതൊക്കെ ഷൂട്ടിങ്ങുകാരാക്കി വെച്ചേക്കുന്ന ഫർണിച്ചർ സാധനങ്ങളാണ്. അവരുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ റബ്ബറാണ് ഫുള്ള്, റബ്ബർ തോട്ടം. ഒരു 60 സെൻറ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ, റബ്ബർ തോട്ടത്തിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ പറമ്പിൽ കൂടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു 75 മീറ്ററോളം നീളമുണ്ട്, ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം പോലെ. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞാൽ 1250 മീറ്റർ കംപ്ലീറ്റ് നമ്മുടെ പറമ്പിൽ കൂടെ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഇത് ഒരു 6-7 മീറ്റർ താഴ്ന്നു കഴിഞ്ഞാൽ മുഴുവൻ പാറ വെക്കാൻ, കംപ്ലീറ്റും പാറ. കിണറൊക്കെ 3 കിണർ കുഴിച്ച് 3 അടി 6 പോലെ 7 പോലെ താത്തുമ്പോൾ കംപ്ലീറ്റും പാറ. മറ്റേ സ്ഥലമായി. ഇവിടെ ഒരു 4-5 മീറ്ററും കൂടെ അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. നമ്മൾ അവിടുന്ന് നോക്കുമ്പം ഇവിടെ ഒരു 10-15 മീറ്റർ നീളമുണ്ട് ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ആണെങ്കിൽ ഒരു 50 മീറ്റർ എടുക്കാം, ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക്. പക്ഷേ അത്ര ഒന്നും നമ്മൾ എടുക്കുന്നില്ല, എയർ കിട്ടിയല്ലോ, പുറത്തേക്ക് ഇനി ഗേറ്റാക്കാൻ പറ്റിയല്ലോ. അന്നേരം നമുക്ക് മാക്സിമം വിസ്താരത്തിൽ. പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോൾ ഇത് 2 മീറ്റർ കൂടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് തുറക്കും, ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ തുറന്നുപോയി. അങ്ങനെയാ പരിപാടി. അന്നേരം പിന്നെ ശ്വാസം മുട്ടലൊന്നും ഇല്ലല്ലോ. ഇത് പണ്ടത്തെ ഉറപ്പ് പറഞ്ഞ ഒരു കൊത്തുപാറയാണ്. അത് ഇപ്പം മെഷീൻ വന്നതുകൊണ്ടല്ലേ ഉറപ്പുള്ള കല്ല് കൊത്തുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കല്ല് കൊത്തിയിട്ടാണ് കെട്ടുന്നത്. കംപ്ലീറ്റും അതെ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തും മഴക്കാലത്തും ഇതിനകത്ത് പായിട്ട് കിടക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പണി തീർന്നിട്ട് 2 ദിവസം ഇതിനകത്ത് കിടക്കണം തോറും പിന്നെ ഇച്ചിരി കുറയോ. പക്ഷെ അവിടെ നിന്നൊക്കെ ഏഷ്യാനെറ്റുകാർ വന്നപ്പോഴൊക്കെ അവർ പറഞ്ഞ് AC തോറ്റു പോകും, അത്രയും തണുപ്പാന്നാണ്. ഞാൻ ഈ പണി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഞാൻ 1 മാസം വിശ്രമിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പണി 5-6 മണിക്കൂർ, പിന്നെ 10-15 മണിക്കൂറൊക്കെ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 5 വർഷം ആകാൻ പോകുന്നു. പിന്നെ അതിനിടയ്ക്ക് യൂറിൻ്റെ പ്രശ്നം വന്നു. 4 മാസം നമുക്ക് ഇട്ടുകൊണ്ടാണ് വണ്ടിയൊക്കെ ഓടിച്ചത്, മടിയിൽ വെച്ചത്. എന്നാലും പണിയെടുക്കുന്നു. പണി 1 മാസം നിർത്തിയുള്ളൂ. ഷൂട്ടിങ് ഇപ്പോൾ ഒരു സീരിയലിൻ്റെ ഉണ്ടായിരുന്നു, അവർ 7 ദിവസം ചെയ്തു. ഈ ആഴ്ച വരുമെന്നാണ്. തുടങ്ങിയ ഒരു 6 മാസം ആയപ്പോഴത്തേനും ബ്ലോക്ക് വന്നു. 25 മീറ്റർ അന്നേരം സ്റ്റോപ്പാക്കി പോയി, ഇതെല്ലാം ചെയ്തു.
എന്നിട്ട് പിന്നെ ഒരു മാസം നടക്കണം എന്ന് പറഞ്ഞു 2 കിലോമീറ്ററെങ്കിലും. അതുകൊണ്ട് നടക്കുന്നതിന് പകരം ഞാൻ വന്നിട്ട് 4-5 മണിക്കൂർ ഇങ്ങനെ പണിയെടുത്തെടുത്ത് അവസാനം 10-11 മണിക്കൂർ വരെ. ഇപ്പോൾ രാത്രിയാണെങ്കിലും പണി. എവിടെയെങ്കിലും പോകണമെങ്കിൽ ആശുപത്രി പോക്കും എല്ലാം നമ്മളല്ലേ. അന്നേരം ആ സമയം കിട്ടിയില്ലെങ്കിൽ രാത്രി വന്നിട്ടുണ്ട്. ഈ രാത്രി കയറിയാൽ രാത്രിയും പകലും കണക്കല്ലേ, സ്വർഗത്തിൻ്റെ അകത്ത് കയറിയാൽ ലൈറ്റില്ലാണ്ട് പണി നടക്കില്ല. പിന്നെ ചെത്തി ആക്കാൻ ഒരുപാട് പണിയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ സമയവും പിക്കാസും തീരുന്ന തേഞ്ഞ് തീരുന്നത്. ഇങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ ചെത്തി കൊണ്ടുവരാം. ഈ രോഗം വന്നാൽ പിന്നെ അല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങിയാൽ രാത്രി ഒരു 10 മണി വരെ എടുക്കും. ഇടിയും മഴയൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഇതിനിടയ്ക്ക് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇടി വന്നിട്ട് ബൾബൊക്കെ പടക്കം പൊട്ടുന്ന ഒരു ഒച്ച കേട്ടായിരുന്നു. എന്നിട്ട് ഞാൻ പണിയൊന്നും നിർത്തില്ല, വേറെ മാറ്റിയിട്ടിട്ട് പണിയെടുത്തു. നമ്മൾ പണിയെടുക്കുന്നിടത്തൊന്നും വെള്ളം ഇതായ ഒരു ശല്യം ഉണ്ടായിരുന്നു. പണിയെടുക്കുന്നിടത്ത് അതെന്ന് പറഞ്ഞാൽ 1.5 അടി വെള്ളം ഉണ്ടൊരു ഇത്ര ഹൈറ്റല്ലേ. ഈ അർമയെ കൊണ്ടിരുന്നതുകൊണ്ട് പ്രശ്നമില്ല. വെള്ളത്തിൻ്റെ മേലെ കൂടെ ഇങ്ങോട്ട് ഉന്തിക്കൊണ്ട് വിടാം. മണ്ണ് തയ്ച്ച് അവിടെയാണ് കൊണ്ട്. എന്നിട്ട് അത് ഞാൻ സ്വന്തം കംപ്ലീറ്റ് നിരത്തായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ 1 വർഷത്തോളം എടുത്തു അത് നിരത്താൻ വേണ്ടി. പിന്നെ അതിൻ്റെ മൂർച്ച വേഗം പോകും. മൂർച്ച പോയി കഴിഞ്ഞാൽ പിന്നെ കൊത്തിയാൽ നമ്മുടെ പുറംഭാഗം. അവർ ഫുഡിനും മരുന്നിനും തരുന്ന പൈസ ഇത് ഈ പണികൾക്കും ആയുധം മൂർച്ച കൂട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. വേദന കൊണ്ട് കൈ ഇങ്ങനെ പിടിച്ച് കവുങ്ങിനെല്ലാം പിടിച്ചു തന്നിട്ട് വേദന മാറിയിട്ടൊക്കെയായി ഈ വണ്ടി കൊണ്ടുവരുന്നത്. അത്രയും കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടമുണ്ട്. പറഞ്ഞാൽ സമ്മതിക്കുകയും ചെയ്യില്ല. അങ്ങനെ അങ്ങ് മാറി. പിന്നെ ഇത് തന്നെ പണി.